അപ്പൊ കൊറേ കാണുന്ന ശേഷം പുതിയ വീഡിയോ. അപ്പൊ ഇന്ന് വരാൻ ദിവസം ചെയ്യാം സൺഡേ ആയിട്ട് ദേക്ക് ലുലു മാളിൽ പോകണമെന്ന് പറയണം. അപ്പൊ ലുലു കുറെ നാളായി പോയിട്ട്. അപ്പൊ നമ്മള് ലുലു മാളിൽ കുറച്ച് ഷോപ്പിങ്ങും അവിടുത്തെ വിവരങ്ങളൊക്കെ കാണിച്ചു തരാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നല്ല വൈബ് കേട്ടോ സൺഡേ നല്ലൊരു വൈബ് കേട്ടോ. നല്ലൊരു സൺഡേ സമയത്താണ് ഇപ്പൊ 4 മണിയാവുമ്പോൾ വെയിലില്ല. പക്ഷേ നമ്മളിങ്ങനെ കാറിലൊക്കെ പോണം. നീ എന്തിനു പോണ്? കളിക്കാനാ പണ്ടൂരൊക്കെ കളിക്കാൻ നമുക്ക് വേണ്ടേ? എന്തെങ്കിലും വേണോ നിനക്ക്? ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞ ഞാൻ വാങ്ങിച്ചു തരാം. പറ എന്ത് വേണോ? കളിച്ചാ മതി. കളിക്കുന്ന കൊച്ചിനോട് പിന്നെ വേറെ എന്തോന്ന് വേണോന്ന്. ശരി വേണ്ട. ഒരു ബൊമ്മയും കൊണ്ടാക്കി വന്നിരിക്കുന്നു. ഒരു മാറി കേരളം കൊണ്ട് ഇതുപോലത്തെ മുടി വളർത്തണോന്ന് ഇതുപോലെ മുടി മുടിയൊക്കെ ഇളക്കി അവള് കോതി ബൊമ്മയിലെ മുടിയൊക്കെ കളയും. ആംബുലൻസ് വന്നത് എന്തോ അത്യാവശ്യം നോക്കി ആരും ഒതുങ്ങിയൊന്നും കൊടുക്കില്ല കേട്ടാ. നോക്കിയാണ് ഗാഡിക്കാൻ നോക്കല്ലേ ബൈക്കും എല്ലാം മത്സരം വിട്ടു വരയില്ല. അത് പറയാം ആംബുലൻസിന്റെ ആംബുലൻസ് വേണം. ഒട്ടും ബ്ലോക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ ഇടയിൽ കൂടെ നമ്മള് കയറി പോകണം. എന്ത് ബൈക്ക് നമ്മൾ വേണ്ടി ആംബുലൻസ് വന്നു. നമ്മള് അതുകൊണ്ട് ആംബുലൻസ് ബാക്കി പിടിച്ച് നമ്മള് പോവാണ്. ഈ വണ്ടിയൊക്കെ നോക്കി നമ്മൾക്ക് ഇടയിൽ കൊണ്ട് കയറ്റാൻ നോക്കിയില്ല ബാക്കിൽ നിന്ന് പോകാൻ പറ്റും. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമുക്ക് പോകണം അല്ലേ? വണ്ടി കാണിച്ചോട് ബാക്കി പിടിച്ചിരിക്കാനല്ല. മുട്ടകൾ എന്താ ചികിത്സിക്കും ആംബുലൻസ് തരാൻ? നിനക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഇതിന് കൊത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നമ്മൾ ആരെങ്കിലും വണ്ടി വളഞ്ഞുകൊണ്ട് പോകാനൊക്കെ ചാൻസ് ആണ്. ബാക്കിലൊക്കെ കാണിച്ചോണ്ട് മൊത്തം ഫാമിലിയൊക്കെ നോക്ക് അങ്ങോട്ട് വെപ്പാപ്പെട്ട് പോവാണ്. ഇതൊന്ന് ഫ്രണ്ടിൽ ചവിട്ടി നിർത്തിക്കണ പോണില്ലേ? ബസ്സൊക്കെ ഇട സൈഡ് പിടിച്ച് ബൈക്ക് പോകണമായിരിക്കും. വലിയ ഒരു പ്രൈവറ്റ് ബസ്സും ഒരു KSRTC ബസ്സും നമ്മൾ ഇടിച്ച് അതിന്റെ ഗ്യാസിന്റെ പരമായിട്ട് 2 ബസ്സും റോട്ടി ഒതുക്കിയിട്ടില്ല. അതിന്റെ ബ്ലോക്ക് ആയിരുന്നു. അത് നമ്മൾ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. ഇതായിപ്പോ നമ്മൾ വീണ്ടും ഫ്രീ ആയി അല്ലേ? അപ്പുറത്തെ ഈ ബ്ലോക്കായ വണ്ടി ഇറങ്ങിയപ്പോഴേ ഇപ്പത്തെ റോഡിൽ കൂടെ ചില കാറൊക്കെ പോകണം കേട്ടോ നമ്മള്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. എത്താറായി മൊത്തം ഫുള്ളായിരുന്നു കാർ പാർക്ക്. നമുക്കൊരു സ്ഥലം കിട്ടി. സ്ഥലം നമ്പർ എത്ര നിനക്കറിയാമോ? എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചേട്ടാ ഗൈസ്. ഇതിന്റെ ബാക്ക് ടയർ ആദ്യം തട്ടിയിരിക്കണം. അത് ഫുൾ ഓഫറാണ് അല്ലേ ഗ്രീഷ്മ? ഇത് എന്തിനാണ് സാധനം? മോപ്പാണല്ലേ? വീട് കാര്യമാണല്ലേ? എടി ഈ ഒരു സാധനം എന്തായാലും നമുക്ക് വീട്ടിൽ ആവശ്യമുണ്ട്. ഇത് വാങ്ങിക്കണ്ടേ? നിനക്ക് തുളയ്ക്കാനൊക്കെ എന്ത് എളുപ്പമായിരിക്കും. വീടൊക്കെ നല്ല ക്ലീൻ ഇതായിരുന്നു വൃത്തിയായിരിക്കും. പോകുമ്പോൾ എടുക്കാം. ഇപ്പം നമുക്ക് ആദ്യം കൊച്ചിനെ കൊണ്ട് കളിച്ച് അല്ല ക്രൗഡ് കേട്ടോ സൺഡേ ആയിട്ട്. നോക്കുക പഠിക്കാനും മോളെ ഇങ്ങോട്ട് കൈവടി എൻ്റെ ചാട് കയറി മോളോട്ട് പോട്ടെ. മോളോട്ട് നടന്ന് കയറി. അതിൽ തൊടയില്ല അരിക്കാണ്. കയറി മുകളിലോട്ട് കയറുക. ബ്രാൻഡഡ് കമ്പനി അല്ലേ? എനിക്കൊരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ ഷോപ്പിങ്ങും ചെയ്യാനുണ്ട്. അത് ആദ്യം ഫസ്റ്റ് ഗെയിമാണ്, പിന്നെ ഷർട്ട് വാങ്ങിക്കും, പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കും അല്ലേ? നല്ല തിരക്കല്ലേ ഗ്രീഷ്മ സൺഡേ ആയിട്ട്?
ഇവിടെ ഡ്രസ്സുണ്ട് നോക്കട്ട്. ഡ്രസ്സ് കിടക്കുന്ന വഴി. ഫുഡ് കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഭയങ്കര തിരക്കാണ്. ഇപ്പം ബുക്ക് ചെയ്താൽ നാളെ കിട്ടും കേട്ടോ. ഇവിടെ ആ ഒരു കണ്ടീഷനാണ്. എല്ലാവരും ഓർഡർ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ്. അതാ എടുത്തോട് എടുത്തോട് എല്ലാം വേണം. ഇതാ ആരെ കളിക്കുന്നുണ്ടോ? അതിക്കണം കാർ ഓടിക്കണം. കണ്ണാടി നോക്കിക്കൊണ്ട് പോയി. അവളെ കൈ പിടിച്ചെറിഞ്ഞാൽ മതി. ആ ത്രോ വെറുതെ കളയണ്ട. വീഴുവോ എന്തോ. ആ പൊട്ടി. അവിടെ തന്നെ ഇറങ്ങിയാ വേറെ. അയ്യ ഒന്ന് പൊട്ടി. ആ രണ്ട്. അതെവിടെ വെറുതെടുത്ത് തന്നെ വീട്ടു വന്നീന്. എല്ലാം കഴിഞ്ഞു. ആദ്യം മുട്ടായിട്ട് പ്രൈസ് കിട്ടി. നീ കാർ ഓട്ടില്ലേ? കാർ ഓട്ടിച്ചൊരു എക്സ്പീരിയൻസ് കിട്ടും. വാ വാ നീ തീയം കയറ്. ഓടിച്ച് പഠിക്കല്ല, ഇത് എക്സ്പീരിയൻസ്. അവൾ ഏറി കറച്ച് കയറി നോക്കിയോ. കാട് വയ്ക്കുക. ഇത് കളിക്കാൻ വേണ്ടി നമുക്ക് റീചാർജ് ചെയ്യാൻ ആവശ്യമില്ല. ഇത് ഇവിടെ ഇങ്ങനെ തള്ളുക, ഇതിങ്ങനെ എടുക്കുക. ഞാൻ ഇറങ്ങി നോക്കിയോണേ. കണ്ടാ കറച്ച് ഞാൻ റോഡ് മാറി നമ്മളേറി. ഓ വെരി ഗുഡ്. വാ അടി 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 കോട്. അടുത്ത് എവിടെ പറന്നോട് നോക്ക്. രണ്ടെണ്ണം അടി, രണ്ടിനടി അടി. ഇവനോട് കോട്. ഇവിടെ അവിടുത്തെ ഇരിക്കുന്നു. അല്ല ഇവിടെ അവിടുത്തെ ഇവിടെ ഇതാണ് ഈ സൈഡില്. ഇവനോട് ഇവിടെ ഇപ്പുറത്തുണ്ട് രണ്ടെണ്ണം. ഇവനോട് ഇവിടെ. വെരി ഗുഡ് റെക്കോർഡ്. ഹൈയസ്റ്റ് റെക്കോർഡ്. ആരാധ്യ ഏറ്റവും മുകളിൽ പോ. ഏറ്റവും മുകളിൽ പോട്ട്. എല്ലാം പൊടി. ഈ ടപ്പനെ പൊട്ടി. ടപ്പന ഇനി അത് പൊട്ടി. ചവിട്ടി പൊട്ടി. ഇപ്പോൾ ഈ സൈഡ് പൊട്ട്. വെരി ഗുഡ്. സമ്മാനം കിട്ടി. നല്ല പ്രോഗ്രാം ആയാലും. ചാടിക്കളി. ഓടിക്കോ. എന്റെ മോളിൽ കയറി.
ഇത് റൈഡിലെല്ലാം കയറിയിട്ട് വെച്ചാൽ അത് ഇവിടെ ദിയക്കൊരു ഡോണറ്റ് ഒന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അതിന് തിന്നെ കൊതിയാണ് അതാണ് നക്കി തുടക്കുകയാണ്. കാർട്ടൂണിൽ ജീവിയിലേ കണ്ടുള്ളൂ ഈ സാധനം. പിങ്ക് കളർ ക്രീമൊക്കെ ആയിരുന്നു ബ്രെഡ് വെക്കുന്നപ്പോൾ ഒറ്റ ഇത് വേണമെന്ന് ഭയങ്കര കരച്ചിലേ കരഞ്ഞ് കഴിഞ്ഞാണ്ട കണ്ണീന്നൊക്കെ വെച്ച് ഇതൊക്കെ ഒലിച്ച് കഴിയേക്കാം. ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഇതാ മുണുമണ അടിക്കുകയാണ്. മുട്ട അവൽ മിൽക്ക് ഞാനും ടെൻഡറിന്റെ തന്നെ അവൽ നല്ല രുചി കേട്ടോ. പാലാ എല്ലാം തരാം. തിന്നടാ. അതിലൊരു സ്പൂൺ എക്സ്ട്രാ ഉണ്ട്. ഇത് നീയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. അടിപൊളിയല്ലേ? ഓ നീ കുറച്ചുകൂടെ തിന്ന് നോക്ക്. നീ തിന്നടാ. എങ്ങനെയുണ്ട്? മൊത്തം ഞാൻ കുടിച്ച് കാലിയാക്കി. ഫലോട് പറഞ്ഞു കുറച്ച് കുടിച്ചോട്ട് മതി മൊത്തം ഞാൻ വേണം. പക്ഷെ തീയെക്കൊണ്ട് കൊതിച്ചിരിക്കുകയാണ് ഫലോട് കുടിക്കാൻ വേണ്ടി. എന്തിനു വേണം നമുക്ക്? മുത്ത പോലത്തെ ചിയാ സീഡ് അതല്ലേ എന്റെ പേര്? മുത്ത പോലത്തെ കാണിച്ചോട്ടെ നോക്കി. തീരിട്ട് എന്റെ തങ്ങനായിട്ടുണ്ട് കേട്ടാ. ഞാൻ അതെ കൊണ്ട് ചെന്നുണ്ട്. പാൻറ് തന്നെ നല്ല പാൻറ്റാണ്. പാവം. ആകെ അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒരു ബനീനൊക്കെ എടുത്ത് അല്ലേ ദീയും കുറച്ച് ബനീനൊക്കെ എടുത്ത് നിക്കറൊക്കെ ദീയല്ലേ പുറത്ത് ദീയ അഭ്യാസം തറയൊന്നും ഇല്ലല്ലോ കണ്ട. നമ്മളതിന് പുറത്തോട്ട് ഇറങ്ങി നമ്മൾ കാറിട്ട സ്ഥലം നമ്മൾ നോക്കി പോവാണ്. ഒരു ഐഡിയ കിട്ടില്ലേ ഏതിലെ കയറുന്നേക്കാ. എഫ് അണ്ണിലോട്ടാണ് നമ്മൾ അല്ലേ? ഓ ഇവിടെ ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇറങ്ങ്. അവള് പറ നീ കയറി പോടി. ചാച്ചാ നമ്മളിവിടെ വെക്കണേ. എന്നെ അതില് കയറി പറഞ്ഞേ. നീ ഇറങ്ങി നോക്ക് തിരിച്ചു വരും. അത് കയറി പറഞ്ഞല്ലേ തിരിച്ചിറങ്ങാൻ പറ്റില്ലല്ല. എന്താടാ വിട്.